ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അനാമികയെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അവൾ പല വഴിയും നോക്കുകയാണ് അത് കഴിച്ചിട്ട് വരാൻ പറ്റുമോ എന്ന്. പക്ഷേ എങ്കിൽ ഒരു വിധത്തിലും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ പോരാത്തതിന് 2-3 ആൾക്കാർ അവൾക്ക് കാവലുമുണ്ട്. അവൾ ആലോചിക്കുകയാണ്, ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുന്നത്. അനന്തപുരിയിലെ മരുമകളാകാമെന്ന് ആഗ്രഹിച്ചതാണ്. ഇനിയിപ്പോൾ ആ കല്യാണം മുടങ്ങുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവരോടായിട്ട് അവൾ പറയാണ്, ആ കാവൽക്കാരോടായിട്ട് അവൾ പറയാണ്, അതേ, എന്നെ കല്യാണത്തിന് മുമ്പേ വിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങ് കൊന്നേക്കണം. അവർ പരിഹസിച്ച് ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് മരിക്കും. ചിരിക്കണ്ട, സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞേ. അങ്ങനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മുതലുമില്ല പലിശയില്ല. അങ്ങേർക്കും ജയിലിൽ കിടക്കേണ്ടി വരും. നന്ദുവും നയനയും വണ്ടി ഓടിച്ചിട്ട് ഏകദേശം അവരുടെ താവളത്തിൽ എത്തി. ചേച്ചിയോട് നന്ദു ചോദിക്കുകയാണ്, ചേച്ചി വണ്ടി ഇത് തന്നെയല്ലേ? ആ മോളെ, ഇത് തന്നെയാണ് നമ്പർ കാണുന്നത്. അതെ, ഇത് തന്നെയാണ് നമ്പർ. ചുറ്റൊന്ന് നോക്കിയിട്ട് നന്ദു പറയാണ്, വാ എന്നും പറഞ്ഞ് അകത്തേക്ക് കിടക്കാൻ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് കിടക്കുകയാണ്. നന്ദുവും നയനയും അവരുടെ താവളത്തിൽ അകത്തെത്തി. എന്നിട്ട് ശ്രദ്ധിക്കുകയാണ് പരക്കെ. അവർ നടന്നു പോകുമ്പോഴാണ് ഒരുത്തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ആരാടി നീയൊക്കെ? ആരാണെന്ന് പറഞ്ഞു തരാടാന്ന് പറഞ്ഞ് നന്ദു ഒരു ചവിട്ട് കൊടുത്തു. ഈ എന്ന് പറഞ്ഞവൻ അടിക്കാൻ പോകുമ്പോഴേക്കും നന്ദു അവൻ്റെ കയ്യിൽ കയറി പിടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തു. നന്ദു നല്ല സ്ട്രോങ്ങിലാണ് അടിക്കുന്നത്. നയന മാറി നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവും അവനും കൂടി നല്ല അടിയിലാണുള്ളത്. അവനെ ഒരു വഴിക്കാക്കിയിട്ട് അകത്തേക്ക് കിടക്കുകയാണ്. അകത്ത് അനാമികയെ അവർ കണ്ടു. അപ്പോൾ നയന മെല്ലെ പോയിട്ട് അവളുടെ കയ്യിൽ നിന്നും കെട്ട് കഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനാമിക കെട്ട് കഴിക്കുന്നതിനിടയിലാണ് ഒരുത്തൻ വന്ന് അനാമികയെ ചവിട്ടി താഴെ ഇട്ടത്. അപ്പോഴേക്കും അവന് ചവിട്ട് ബാക്കിൽ നിന്ന് നന്ദുവിൻ്റെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 2-3 പേരുമായിട്ട് നല്ല പോരാട്ടത്തിലാണ് നന്ദു ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നയന എങ്ങനെയോ എണീറ്റു. എന്നിട്ട് അനാമികയുടെ കയ്യിലെ കെട്ടൊക്കെ കഴിച്ചു കൊടുക്കുകയാണ്. അനാമിക നന്ദു ശരിക്കും 2-3 പേരുടെയാണ് അടി കഴിയുന്നത്. നന്ദു കയ്യിൽ കിട്ടിയ വടിയെടുത്ത് എല്ലാത്തിനെയും നേരത്തെ അടിക്കുകയാണ്. അപ്പോൾ അനാമിക നയന രക്ഷിച്ചതുകൊണ്ട് കയ്യിലെ കെട്ടൊക്കെ കഴിച്ചിട്ട് പുറത്തു വന്ന് നിന്നിട്ടാണുള്ളത്. അനാമിക നയനയെ നോക്കുകയാണ് അവൾ അടിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് പിന്നെയും മനസ്സിൽ ചിന്തിക്കുകയാണ്, അനാമിക നന്ദു 4-5 പേരെ അടിച്ചു വീഴ്ത്തും എന്ന് അനി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നേരിൽ കാണുന്നത്. അത് ഞാൻ വിശ്വസിച്ചുമില്ല. ഇതിപ്പം പറഞ്ഞതിലും ഭയങ്കര സംഭവമാണല്ലോ. അവൾ 3-4 പേരെ ഒരുപോലെ അടിച്ച് ഒതുക്കിയതിന് ശേഷം ഇവരുടെ അടുത്ത് വരികയാണ്. വാ, നമുക്ക് പോകാം. വാ ചേച്ചി, ഇങ്ങോട്ട് വാ. നന്ദു, നീ അനാമികയും കയറ്റിയിട്ട് അവളുടെ കാറിൻ്റെ അടുത്തേക്ക് വിട്ടുകൊടുക്ക്. അതിനുശേഷം ഞാൻ ആ ജംഗ്ഷൻ്റെ അടുത്ത് നിൽക്കാം. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛനെയാണ്. അപ്പോൾ അച്ഛനോട് അമ്മ പറയാണ്, എൻ്റെ മോളുടെ കല്യാണം മുടങ്ങിയാൽ പിന്നെ ഞാനും മോളും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങളായിട്ട് വരുത്തി വെച്ച കട. എന്തിനാടി എന്നെ മാത്രം കുറ്റം പറയുന്നേ? നിന്റെയും നിന്റെ മോളുടെയും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ദൂർത്തടിച്ച പണമാണ് അതൊക്കെ. അതിനു വേണ്ടി അയാളിപ്പോൾ കയറി വന്നത്. അതൊന്നും എനിക്കറിയണ്ട. എന്ത് ചെയ്തിട്ടായാലും എൻ്റെ കുഞ്ഞിവിടെ എത്തണം. അപ്പോഴാണ് അനാമികയുടെ വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവളുടെ അച്ഛൻ പറയാണ്, മോളുടെ വണ്ടിയല്ലേ അത്? പുറകിൽ നന്ദുവും ഉണ്ട് വണ്ടിയും കൊണ്ട്. അച്ഛനും അമ്മയും അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവൾ അടുത്ത് വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അമ്മ മോളെ എന്ന് വിളിച്ച് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനും വിളിക്കാണ് മോളെന്ന്. അപ്പോൾ നന്ദുവും നയനയും അടുത്തോട്ട് പോയിട്ട് പറയാണ്, അനാമികയെ കാണാതായപ്പോൾ പലരും എന്നെയും നന്ദുവിനെയാണ് ഓരോന്നൊക്കെ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ഒഴിവാക്കിയേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും നേരിട്ടിറങ്ങിയത്. നന്ദുവിനെ കാണിച്ചിട്ട് നയന പറയാണ്, ഇവള് നിസ്സാരക്കാരിയൊന്നുമല്ല. ഒറ്റയ്ക്ക് തന്നെ 3-5 പേരെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതിനെല്ലാം അനാമിക സാക്ഷിയായിരുന്നു. അതേ അച്ഛാ, ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നന്ദു 4-5 പേരെയാ പറന്ന് തല്ലിയത്. അപ്പോൾ അമ്മ പറയാണ്, മോള് വാ, നിങ്ങളും വാ. അച്ഛനടുത്തോട്ട് പോയിട്ട് പറയാണ്, വളരെ നന്ദി. അപ്പോൾ നയന, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ വാ എന്ന് പറഞ്ഞപ്പോൾ അവർ 2 പേരും പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നന്ദു നയനയെ പിടിച്ചു വെച്ചിട്ട് പറയാണ്, ചേച്ചി, അനാമികയ്ക്ക് എന്നെ നല്ല സംശയമുണ്ട്. അതിന് പാടില്ല എന്ന് പറയണം. അതുപോലെ തന്നെ അനിയുടെ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം എന്ന് പറയണം. ഞാനും അതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. മോള് വാ. എല്ലാവരും വേദന കൊണ്ട് പൊളയാണ്. അപ്പോഴാണ് ബോസ് വരുന്നത്. എല്ലാവരും എന്താണ് ഇങ്ങനെ? ആ പെണ്ണെവിടെ? എൻ്റെ അണ്ണ, മുടിയില്ലാത്ത ഒരുത്തി വന്ന് ഞങ്ങളെല്ലാം അടിച്ച് ലെവലാക്കിയിട്ട് അവളെയും കൊണ്ടുപോയി.
കുത്തിയോ? ആ അതേ അണ്ണാ. വലിയ സൈസൊന്നുമില്ല, പക്ഷേ പറന്നടിക്കായിരുന്നു. നാണയില്ലടാ നിനക്കൊന്നും ഇത് പറയാൻ? പലിശയ്ക്ക് പണം കൊടുക്കുന്നതുകൊണ്ടാ ഈ തടിമാടന്മാരായ നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് പണവും വാങ്ങി ആവശ്യത്തിലധികം വെട്ടി വിഴുങ്ങി ഒരു പെണ്ണിൻ്റെ മുമ്പിൽ തോറ്റിട്ട് കിടന്ന് മോങ്ങുന്നോ? എന്നിട്ട് വേണുവിൻ്റെ മോളെയും കൊണ്ട് അവരെ പോയോ? അതെ, പോയി കളഞ്ഞണ്ണ. സാരമില്ല, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. എന്തായാലും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അവളെ കെട്ടാൻ പോകുന്ന പയ്യനും കുടുംബമൊന്നും ഇതറിഞ്ഞിട്ടുണ്ടാവില്ല. അതറിയിക്കാനുള്ള സാഹചര്യ അവനും അവൻ്റെ മോളും കൂടി ഒരുക്കിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിൻ്റെ മുമ്പിൽ തോറ്റുപോയ നിന്നെയൊന്നും ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. മർമ്മം നോക്കിയ അണ്ണ അവൾ ഇടിച്ചത്. ഏതൊക്കെ വഴിയിൽ കൂടിയാ ഇടി വന്നതെന്നറിയില്ല. അപ്പോൾ ബോസ് പറയാണ്, നീയൊക്കെ ഇനി ഒന്നേ തുടങ്ങണം. ഏതെങ്കിലും കളരി പോയിട്ട് മർമ്മമൊക്കെ പഠിക്കടാ. കഷ്ടം. നന്ദുവും നാനയും അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ നാന പറയാണ്, അനാമികയ്ക്ക് ഇവളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. അനാമിക അവസാനമായിട്ട് വിളിച്ചത് നന്ദുവിനെയാ. അതുകൊണ്ട് അനാമിക മിസ്സിംഗ് ആയ സമയത്ത് ആ ഒരു കാരണം കൊണ്ട് ഇവളെ എല്ലാവരും സംശയിച്ചു തുടങ്ങി. സത്യത്തിൽ അനാമിക ഇവളെ വിളിച്ചത് മനസ്സിലുള്ള ടെൻഷൻ പങ്കുവയ്ക്കാനായിരുന്നല്ലോ. അതേ മോളെ, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സംശയം ഇവൾക്കുണ്ടായിരുന്നു. ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അനിയും ഇവളും കൂടിയുള്ള കാഴ്ചയിൽ ഇവളോട് വലിയ താല്പര്യം അനി കാണിച്ചില്ല. അത് പറഞ്ഞത് അച്ഛനാണ്. എന്നാൽ നന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ അനിക്ക് 100 നാവാ. അപ്പം നാന പറയാണ്, നന്ദുവും അനിയും നല്ല സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ അത് തെറ്റിദ്ധാരണയുടെ ഇതിൽ കാണേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നത് അനാമികയാണ്. ഇനി തമ്മിൽ പരിധി വിട്ട എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം അടുത്ത സ്ഥിതിക്ക് നന്ദു അനിയിൽ നിന്നും അകന്നു നിൽക്കണം എന്ന് പറയാനാണ് ഞാൻ നന്ദുവിനെ വിളിച്ചത്. നേരത്തെ തന്നെ ഞാനത് നന്ദുവിനോട് മാത്രമല്ല നിങ്ങളുടെ അമ്മയോടും പറഞ്ഞതാ. എങ്കിലും നേരിട്ട് കണ്ട് ഒന്നുകൂടെ ഉറപ്പ് വാങ്ങിക്കുമ്പോൾ അത്രയ്ക്ക് ആശ്വാസമല്ലേ. പിന്നെ നാന പറയാണ്, എന്തായാലും ഇപ്പം തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. നന്ദുവിന് അനാമിക കരുതുന്ന പോലെ അനിയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു സാഹസം ഞങ്ങൾ കാണിക്കില്ലായിരുന്നല്ലോ. ജീവൻ പണയം വെച്ചിട്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതും അനാമികയെ രക്ഷിച്ചതും. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. ഇനി നന്ദുവിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങളെയും അനിയെയും ഞാനിനി ശല്യം ചെയ്യില്ല. നാന പറയാ, അത് മതി ഞങ്ങൾക്ക്. അപ്പം നന്ദുവും പറയാണ്, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ അനാമികയുടെ അച്ഛൻ പറയാണ്, ചെയ്തു തന്നത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ നന്ദിയും സ്നേഹവും എപ്പോഴും ഉണ്ടാവും. നാന പറയാണ്, അപ്പം ഇനി കല്യാണത്തിന് കാണാം. ശരി ശരി. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അനാമികയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നീ എന്തിനാ മോളെ സംശയിച്ചത്? അപ്പോഴാണ് അനാമിക പറയുന്നത്, എനിക്ക് ഇപ്പോഴും അവളെ സംശയമാണ്. ഈ സംഭവം ഒരു തുർപ്പുചീട്ടായിട്ടാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെയുണ്ട്. എന്നെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്നും എന്തിനാണെന്നും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ കടക്കെണിയിലാണെന്ന് ആരുടെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ ദയവായിട്ട് ഇപ്പോൾ ഒരു മാർഗം ശരിയാക്കി തന്നിരിക്കുക. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അച്ഛൻ പറയാണ്, നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ പിന്നീട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിക്കോളും. എന്തായാലും കല്യാണം കഴിയുന്നത് വരെ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. അതിനു വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അച്ഛൻ പറയാണ്, എന്ത് ചെയ്താലും കുഴപ്പമില്ല മോളെ, ഇപ്പോൾ ഈ കല്യാണം നടക്കണം. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മയും പറയാണ്, അതെ, എന്നോട് ചെറിയ വെറുപ്പ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ ഭാവിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയും ഓർത്ത് ഞാൻ എന്ത് വില കൊടുത്തും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവൻ്റെ ഭാര്യയാവും. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ നന്ദുവും നാനയും അവരുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അച്ഛൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. വായച്ചി, ഇത് രണ്ടാളും കൂടി എങ്ങോട്ട് പോയതാ? അപ്പം നാന അച്ഛനോട് പറയാണ്, ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ ഇളയ മോളുടെ ഫൈറ്റ് കണ്ടു. എന്താ മോളെ പറ്റിയത്? പിന്നെ നാന എല്ലാം അച്ഛനോട് പറയാണ്. അതായത് അനിയുടെ അമ്മ പറഞ്ഞതും അനിയുടെ അമ്മ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞതും ഒക്കെ എല്ലാം അച്ഛനടുത്ത് പറയാണ്. അതിൻ്റെ പുറമെ അവൾ അടിയൊക്കെ കഴിഞ്ഞ് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അനാമികയെ രക്ഷിച്ചതും അനാമികയെ അവർ പിടിച്ചുകൊണ്ടുപോയതും ഒക്കെ പറയാണ്. ആരാ മോളെ അവളെ തട്ടിക്കൊണ്ടുപോയത്? അതൊന്നും അറിയില്ല അച്ഛാ. അവൾക്കും അവളുടെ കുടുംബത്തിനും ശത്രുക്കളുണ്ടെന്നാണ് തോന്നുന്നത്. അവളോട് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്.
എന്തായാലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടച്ചാ നന്ദു പറയാ. അപ്പം അച്ഛൻ പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ മോളെ, നമ്മൾ ഇതൊക്കെ ഓതിപ്പെരിപ്പിച്ച് എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഈ ബന്ധം പിരിയിക്കാൻ ശ്രമിക്കുകയാണെന്നേ പറയൂ. അപ്പം നയന പറയാണ് അതുറപ്പാ, ഇപ്പം തന്നെ അനന്തപുരിയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. എന്നെയാണ് അവൾ അവസാനമായിട്ട് വിളിച്ചത്. അതുകൊണ്ട് അനാമികയെ കാണാതിരുന്നാൽ എല്ലാവരും സംശയിക്കുന്നത് എന്നെ ആയിരിക്കും. അത് ഒഴിവാക്കാനാ ഞങ്ങൾ മുന്നും പിന്നും നോക്കാതെ അവളെ അന്വേഷിച്ച് ഇറങ്ങിയത്. പിന്നെ നയന പറയാണ് കുറച്ചു നേരത്തേക്ക് വലിയ ടെൻഷനിലായിരുന്നു, ഇപ്പോഴാണ് എല്ലാം ഒന്ന് അടങ്ങിയത്. പിന്നെ നയന പറയാണ് അവിടെ കല്യാണമായതുകൊണ്ട് ഒരുപാട് ജോലികളുണ്ട്, ഞാൻ പോയിട്ട് വരാം. മോളെ കൂട്ടുന്നില്ലേ? അപ്പോൾ നയന അവളെ നോക്കുകയാണ് നന്ദുവിനെ. തൽക്കാലം ഇവൾ വരണ്ട അച്ഛാ, മോള് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ തലേ ദിവസം എത്തിക്കോളാം. ശരി അച്ഛാ, ഞാൻ എന്നാൽ പോയിട്ട് വരാം. അങ്ങനെ അവൾ പോയി. എന്തൊക്കെയാണ് മോളെ ഈ സംഭവിക്കുന്നത്? അപ്പോഴാണ് നന്ദു പറയുന്നത് അനിയൊരു നല്ല ചെറുപ്പക്കാരനാണ്, ഇത്രയും നല്ല സ്നേഹമുള്ളൊരു ഫ്രണ്ട്സിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് എൻ്റെ മനസ്സൊന്ന് വഴുതിപ്പോയത്. അങ്ങനെയുള്ള എനിക്ക് ചതി പറ്റുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ആള് മാറി അവളെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞത്, പക്ഷേ അത് അങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പിന്നാലെ ഇനി നമ്മൾ പോകണ്ട മോളെ. ആദർശിൻ്റെ അമ്മ പറയുന്നത് ഇനി വരാൻ പോകുന്ന മരുമകളാണ് അനന്തപുരി തറവാടിൻ്റെ നല്ലൊരു മരുമകൾ എന്നാണ്. മോളുടെ ചേച്ചിമാരെ ഇതുവരെ അങ്ങനെ കരുതിയിട്ടില്ല. വരാൻ പോകുന്ന മരുമകളാണ് ഏറ്റവും നല്ലൊരു യഥാർത്ഥ മരുമകൾ എന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു അർഹതയുള്ള മരുമകൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാ, നയന മോളെ പോലെ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് വളരെ വിഷമമാണ്. മോളുടെ ചേച്ചിയുടെ മഹത്വം എല്ലാവരും ഇനി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ചേച്ചി പറഞ്ഞതുപോലെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊന്നും പോകണ്ട അച്ഛാ, കല്യാണത്തിൻ്റെ അന്ന് പോയാൽ മതി. അത് മോശമല്ലേ മോളെ? എനിക്കെന്തോ നേരത്തെ അവിടെ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടച്ചാ. കനകക്ക് ആദ്യം കയറിയിട്ട് കനക വിളിക്കാൻ വേണ്ടി നോക്കുകയാണ് നയനെ. അപ്പോഴാണ് നയന കയറി വരുന്നത് കണ്ടത്. എന്തായി മോളെ? അമ്മേ, അവളാ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതാ. ഞാനും നന്ദുവും അവരുടെ ഗോഡൗൺ കണ്ടുപിടിച്ചു. അയ്യോ, പിന്നെ എന്താ നടന്നതെന്ന് അമ്മയ്ക്ക് ഊഹിക്കാലോ. കുറേ നാളുകൾക്ക് ശേഷം നന്ദുവിൻ്റെ ഒരു നല്ല ഫൈറ്റ് കണ്ടു. എന്നാൽ പിന്നെ മോളെ എന്നെയും കൂടി വിളിക്കണ്ടേ? ഞാനും കൂടെ വന്നായിരുന്നല്ലോ. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലായിരുന്നല്ലോ അമ്മേ. ഒരുപാട് കഷ്ടപ്പെട്ടാ അവളെ കൊണ്ടുപോയ ഗോഡൗൺ കണ്ടുപിടിച്ചത്. എന്തായാലും ആ ടെൻഷൻ ഒഴിഞ്ഞിട്ടി. അത് ശരിയാ, അല്ലെങ്കിൽ നന്ദുമോളെ ഉൾപ്പെടെ ഞങ്ങളെ എല്ലാവരെയും ആ ജാനകി സംശയിച്ചേനെ. ഇനിയിപ്പം നമുക്ക് തൻ്റെ അടുത്തോടെ പറയാലോ നമ്മളല്ല പ്രതികൾ എന്ന്. എന്നാലും എൻ്റെ മോളെ, അവളെ എന്തിനാ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയത്? അതൊന്നും അറിയില്ല അമ്മേ, അവൾക്കും അവരെ അറിയില്ലെന്നാ പറഞ്ഞത്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോഴാണ് അവിടേക്ക് ജാനകി ചെറുതായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ നയന പറയാണ് അനാമികയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്, എന്താ നടന്നതെന്ന് അവളോട് ചോദിച്ചാൽ മതി, അവൾ പറയും. അപ്പോഴാണ് ജാനകി ഒരു ഭാഗത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളെ വിളിക്കുന്നത് അനാമിക. ഞാൻ വീട്ടിലെത്തി അമ്മേ. എന്താ മോളെ സംഭവിച്ചത്? ഒന്നും അറിയില്ല അമ്മേ, ഞാൻ കാറിൽ സഞ്ചരിക്കുമ്പോൾ കുറേ ഗുണ്ടകൾ കാർ നിർത്തിയിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. എന്തിനി? ഒന്നും അറിയില്ല. അതിനു മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചത് നന്ദുവാ. അവൾ എന്നെ കാണണമെന്നും പറഞ്ഞു. അല്ല, മോളവളെ അങ്ങോട്ട് വിളിച്ചെന്നാണല്ലോ പറയുന്നത്. ആദർശ് അങ്ങനെയാണ് പറഞ്ഞത്. അയ്യോ, ആദ്യം അവളെന്നെ ഇങ്ങോട്ടാണ് വിളിച്ചേ. എന്നിട്ട് അവൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്താൻ പറഞ്ഞു. ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് സംഭവിച്ചത്. അപ്പോൾ അമ്മ പറയാണ് എന്തിനാ അവൾ കാണണമെന്ന് പറഞ്ഞേ? എനിക്കൊന്നും അറിയില്ല അമ്മേ, അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവായിരുന്നു. എൻ്റെ ബലമായ സംശയം ഇതിന് പിന്നിൽ അവളാണെന്നാ. അമ്മയ്ക്ക് അറിയാലോ, അവൾക്ക് കളരിയും കറാട്ടയും ഒക്കെ അറിയാവുന്നതാ. അത്തരക്കാരുമായിട്ട് നല്ല അടുപ്പവും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഫ്രണ്ട്സാണോ എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നും പറയാൻ പറ്റില്ല. മോളുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവളോട് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിൽ അവളിവിടുന്ന് ഇറങ്ങിപ്പോയ കാര്യം ഞാൻ മോളോട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പിന്നിൽ അവളായിരിക്കുമെന്ന്. എന്നിട്ട് അവസാനം ഒരു നാടകം കളി, ചേച്ചിയും അനിയത്തിയും കൂടി. അവിടെ വന്ന് സിനിമയിലെ ഹീറോനെ പോലെ ഫൈറ്റ് നടത്തി എന്നെ രക്ഷിക്കായിരുന്നു. അത് വേറൊന്നിനും വേണ്ടിയല്ല, ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ ഒരു പെണ്ണല്ലേ. അപ്പോൾ ഞാൻ പ്രശ്നക്കാരിയാണെന്ന് അമ്മയുൾപ്പെടെ അവിടെയുള്ള എല്ലാവരെയും അറിയിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ കല്യാണം മുടങ്ങുമല്ലോ. ഇല്ല മോളെ,
അവളുമാർ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ കള്ളക്കളികൾ ഉണ്ടാക്കിയാലും ഈ കല്യാണം മുടങ്ങില്ല. മോളല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ മരുമകൾ ആവില്ല, അത് ഉറപ്പിച്ചോ. അത്രയും കള്ളങ്ങൾ പറഞ്ഞപ്പോൾ അനാമികയ്ക്ക് സമാധാനമായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷവും പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.